ഹലോ മച്ചന്മാരെ, എല്ലാവർക്കും ഏറ്റവും പുതിയൊരു മൂവി റിവ്യൂയിലേക്ക് സാർ. അപ്പോൾ നമ്മൾ റിവ്യൂ ചെയ്യാൻ നമ്മുടെ പേര് അന്വേഷിപ്പിൻ കണ്ടെത്തും എന്ന് പറഞ്ഞ മൂവിയെക്കുറിച്ച് നമ്മൾ റിവ്യൂ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ഒരു ക്ലാസിക്കൽ ഒരു ത്രില്ലർ മൂവി എന്നൊക്കെ പറയാൻ വേണ്ടി സാധിക്കും. കാരണം ഒരു പഴയകാല ഒരു അന്വേഷണത്തിലൂടെയാണ് ഇത്ര മുന്നോട്ട് പോകുന്നത്. കാരണം പണ്ട് നടന്നൊരു കൊലപാതകത്തിൻ്റെ കഥ, പഴയൊരു കാലഘട്ടം, ഏകദേശം 1989 തോന്നുന്നു കഥ സ്റ്റോറി നടക്കുന്നത്. കാരണം ഒരു സീനിൽ അങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ആ പഴയൊരു കാലഘട്ടത്തിൽ ആ ഒരു ഫീലിലോട് കൂടി ഒരു മാറ്റം വരുത്താതെ കൊണ്ടുപോകുന്നത്, അതായത് പണ്ടത്തെ ഉപയോഗിച്ചുള്ള രീതിയിൽ ഡ്രസ്സ് അടക്കം പഴയൊരു കാലഘട്ടത്തെ മേക്കിംഗ് രീതിയിൽ കൊണ്ടാണ് അവർ മേക്കിംഗ് എടുത്തിട്ടുള്ളത്. ഇത് പറഞ്ഞ പോലെ തന്നെ നമ്മൾ നേരെ അന്വേഷിപ്പിൻ കണ്ടെത്തിലോട്ട് വരുമ്പോഴുള്ള പ്രത്യേകത എന്താണെന്ന് നോക്കി കഴിഞ്ഞാൽ, ഇതിൻ്റെ ഡയറക്ഷൻ ചെയ്തിട്ടുള്ള ഡാർവിൻ കുര്യകാസ് ആണ് ഇതിൻ്റെ ഡയറക്ഷൻ ചെയ്തിട്ടുള്ള. തിരക്കഥ ജിനി എബ്രഹാമാണ് തിരക്കഥ. എൻ്റെ കാസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ മലയാളത്തിൻ്റെ സ്വന്തം ടോവിനോ തോമസ്, അതുപോലെ തന്നെ പ്രമോദ് വെളിയനാട്, ബാബുരാജ്, ഇന്ദ്രൻസ്, സിദ്ദിഖ്, ഷെമി തിലകൻ തുടങ്ങിയ ഒരുപാട് താരങ്ങളുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട നമുക്കറിയാത്ത കുറച്ച് വ്യക്തികളുടെ പേരിനെ കൊണ്ടാണ് ആരെ പേരും എടുത്തു പറയാൻ. നമ്മുടെ വിക്രമാദിത്യത്തിൽ ദുൽഖറിനെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പോലീസ് ഓഫീസർ, അദ്ദേഹം ഒരു റോൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ അങ്കമാലി ഡയറീസിൽ മലമാമൻ ഇറച്ചിന് വേണ്ടി ഒരാളെ പറ്റിക്കുന്ന ഒരു ചാരനുണ്ട്, ആ വ്യക്തിയുടെ പേരറിയില്ല. അപ്പോൾ അങ്ങനെ ഒരുപാട് താരങ്ങൾക്കുള്ള ചിത്രം തന്നെയാണ് അന്വേഷിപ്പിൻ കണ്ടെത്തും എന്ന് പറഞ്ഞിട്ടുള്ള മൂവി. അതുപോലെ തന്നെ മധുബാലും മറ്റൊരു കഥാപാത്രം ചെയ്യുന്നുണ്ട്. ഈ കേസ് ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ഒരു കേസ് അന്വേഷണമാണ്. ഒരു നീളം ഒരു റിയൽ സ്റ്റോറി എന്ന് പറഞ്ഞ പോലെ തന്നെ റിയൽ ആയിട്ട് നടക്കുന്ന ഒരു സ്റ്റോറി. അതും വളരെ സ്ലോ ബേസിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. കാരണം വലിയ വലിയ ബീജിയും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. അല്ലെങ്കിൽ ടോമിന് വരുമ്പോൾ ആ ഒരു ബീജ് പടന്നൊക്കെ പഠിക്കുന്ന ബീജിയും കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല. സാധാരണ എങ്ങനെയാണ് നോർമലായിട്ടൊരു പോലീസ് അന്വേഷണം എങ്ങനെയാണ് കണ്ടെത്തുക, അതേ രീതിയിൽ തന്നെയാണ് എടുത്ത് സാധിച്ചില്ല. അല്ലാണ്ട് ഓരോ വ്യക്തിക്കും പല പല ബീജിയും ആണെങ്കിലും ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിലും ഇമോഷണലായിട്ട് നല്ല രീതിയിൽ കൊടുക്കുമ്പോൾ കുറച്ച് സെൻറ്റിമെൻറ്റ്സ് പരിപാടിയും കാര്യങ്ങളൊന്നും ഉപയോഗിക്കാൻ യൂസ് ചെയ്തിട്ടില്ല. ഒരു പഴയൊരു മേക്കിംഗ്, നമ്മളൊരു പോലീസ് സ്റ്റോറി എങ്ങനെ അന്വേഷിക്കും, ഓരോരുത്തർ അന്വേഷണം മെല്ലെ സ്ലോലി പോകുന്ന രീതിയാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ എടുത്ത് പറയണത് നമ്മുടെ കോട്ടയം നസീറുമായി പോലെ തന്നെ അസീസും മറ്റു കഥാപാത്രം ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫിലാണ് അവരുടെ സീൻ വരുന്നത്. ഭയങ്കര ഇറിറ്റേഷനായി തോന്നി. കാരണം ഭയങ്കര വെറുപ്പിക്കുന്നൊരു കഥാപാത്രമായിട്ടാണ് എനിക്ക് തോന്നിയത്. വെറുപ്പിന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കഥാപാത്രം അങ്ങനെയാണ്, നമുക്ക് സ്വന്തമായിട്ട് തന്നെ അവരോട് ദേഷ്യം തോന്നും. ആ റോളാണ് അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമ്മളൊരു സ്റ്റോറിലോട്ട് വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതൊരു കൊലപാതകത്തിൻ്റെ സ്റ്റോറിയാണ്. ഫസ്റ്റ് ഹാഫിലൊരു ഇൻട്രസ്റ്റിംഗ് ആയില്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു ഇൻസിഡൻറ്റ് നടക്കുന്നു, ഒരു കൊലപാതകം നടക്കുന്നു, പിന്നീട് അത് അന്വേഷണമായിട്ട് മുന്നോട്ട് പോകുന്നു, അങ്ങനെ അതവിടെ അവസാനിക്കുന്നു. പിന്നെ സെക്കൻഡ് ഹാഫിൽ മറ്റൊരു കൊലപാതകമായിട്ട് മുന്നോട്ട് പോകുന്നു. ആരാണ് അതിൻ്റെ പിന്നിലുള്ള കണ്ടെത്തലുള്ള കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയിട്ടുള്ളത്. ഒരു ഡിപ്പെൻഡ് SIയുടെ കഥയാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. നമ്മുടെ ടോവിനെ അവതരിപ്പിക്കുന്നത്, അദ്ദേഹവുമായി ചുറ്റിപ്പെട്ട് നിൽക്കുന്ന കുറച്ച് കഥാപാത്രങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു അന്വേഷണ ടീമും ആയിട്ട് എങ്ങനെയാണ് കേസ് അന്വേഷിച്ച കാര്യങ്ങളൊക്കെയാണ് മുന്നോട്ട് പോകുന്നത്. അത് പല സീൻസിലും എന്താ പറയുക, ടോവിനോ തോമസ് എന്ന് പറയുന്ന നടൻ്റെ ഒരു മാനസികാവസ്ഥ സംഘർഷമായുള്ള ഭാഗങ്ങളൊക്കെ കാണിക്കാൻ സാധിക്കും. അദ്ദേഹത്തിൻ്റെ മുഖത്തൊന്നും ചെയ്യാൻ കഴിയാത്ത നിസ്സഹായാവസ്ഥ, പല ഭാഗത്തൊക്കെ ഇമോഷണൽ ആ മുഖത്തുള്ള എക്സ്പ്രഷൻ കൊണ്ടുപോലും അദ്ദേഹം നല്ലൊരു നടനാണെന്ന് തെളിയിക്കുന്ന പല സീൻസിലും ഉണ്ടായിരുന്നു. പിന്നെ എന്താ പറയുക, വളരെ സ്ലോ ബേസ്ഡായിട്ടാണ് പോയിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ഹാഫ് കുറച്ചും കൂടി സ്പീഡപ്പ് ആയിട്ടുള്ള പോലെ എനിക്ക് തോന്നി. കണ്ടിരിക്കാനൊക്കെ ഇൻട്രസ്റ്റ് ആണ്. അടുത്തത് എന്താ പറയുക, ഇതിന് ഇൻ്റർവെല്ലൊക്കെ ഒരു ട്വിസ്റ്റോട് കൂടിയിട്ട് ഇൻ്റർവെല്ല് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിച്ചത്, അയ്യോ അങ്ങനെ ആയിരുന്നു എന്നുള്ള ചിന്താഗതിയോടെയാണ് എൻ്റെ ഒന്നാം ഭാഗം അവസാനിപ്പിച്ചത്. ഇനി രണ്ടാം ഭാഗത്തോട്ട് കിടക്കുമ്പോൾ വീണ്ടും മറ്റൊരു കേസും അന്വേഷണം വരുന്നു, പിന്നീട് മുന്നോട്ട് പോകുന്നുണ്ട്. എനിക്ക് തോന്നുന്നു സെക്കൻഡ് ഹാഫിലോട്ട് കിടക്കുമ്പോൾ വലിയ രീതിയിൽ തന്നെ ഒരു വലിച്ചിൽ അനുഭവപ്പെട്ടു, നല്ല ഇഴച്ചിലായിട്ട് അനുഭവപ്പെട്ടിട്ടുണ്ട്. കാരണം നമ്മൾ ഈ കേസ് അന്വേഷിക്കാൻ പോകുമ്പോൾ എന്താണ് എത്തുന്നില്ല എന്ന രീതിയിൽ തന്നെയായിരിക്കും. നമുക്ക് ഏകദേശമൊക്കെ ഒരു ഐഡിയ കിട്ടിയാൽ പോലും അവിടെയും കൊണ്ട് ചെന്ന് അവസാനിപ്പിക്കാൻ ശ്രമിക്കുന്നില്ല. അവിടെ നിന്ന് പിന്നെയും കഥ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫ്ലാഷ് ബാക്ക്, അവരുടെ ഇമോഷണൽ സീൻസ് കാര്യങ്ങൾ, അല്ലെങ്കിൽ പണ്ടത്തെ നടന്നിട്ടുള്ള ഒരു കുറച്ച് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട്. ഞാൻ പറഞ്ഞ സ്പോയിലറാവും. അതുപോലെ തന്നെ എന്താ പറയുക, ടോവിനോ തോമസ് പിന്നെ അവസാനം ഭാഗത്തുമ്പോൾ അദ്ദേഹം എങ്ങനെയാണ് കേസ് തെളിയിച്ചത്, അല്ലെങ്കിൽ ഇതിൻ്റെ പിന്നിൽ എങ്ങനെയാണ് കൊല ചെയ്യപ്പെട്ടത്, അദ്ദേഹത്തിൻ്റെ കഥ പറച്ചിൽ തീരുന്നില്ല, തലവേനെടുക്കുന്ന ഒരു അവസ്ഥയായിരുന്നു ഇതിൻ്റെ അവസാന ഭാഗം എത്തിക്കുമ്പോൾ തോന്നിയത്. പിന്നീടും കുറച്ചും കൂടി എനിക്ക് തോന്നുന്നു ഇത് അവസാനിക്കാൻ വെറും ഒരു 10 മിനിറ്റുള്ള സമയത്ത് വീണ്ടും മറ്റൊരു ടിസ്റ്റ് കൊണ്ടെത്തിച്ചു. എന്താണ് ഇതിൻ്റെ ഇവർക്ക് അവസാനം അവരെവിടെയാണ് ചെന്ന് എത്തിപ്പെട്ടുന്ന മോളൊക്കെ എത്തിക്കുന്നുണ്ട്. അത് കുറച്ചും കൂടി നല്ല കണ്ടിന്യൂവായിട്ട് എനിക്ക് തോന്നി കണ്ടപ്പോൾ. എനിവൈസ് ഓക്കേസ് എന്താ പറയുക, കൊള്ളാമെന്ന രീതിയിൽ തന്നെയാണ് അവർ ആ ഭാഗം എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് കണ്ടപ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. ഇതിൽ ഏറ്റവും എടുത്ത് പറഞ്ഞാൽ നമ്മൾ പോസിറ്റീവായിട്ട് എനിക്ക് പറയാൻ തോന്നുന്ന കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ ഇത് നമ്മുടെ ഈ പഴയൊരു കാലഘട്ടത്തിലാണ്. അതായത് ബൈക്കാണെങ്കിലും അതുപോലെ തന്നെ ആ സമയത്ത് ജീപ്പാണെങ്കിലും ഡ്രസ്സിങ് ആണെങ്കിലും പോലീസ് സ്റ്റേഷനാണെങ്കിലും അല്ലെങ്കിൽ ചുറ്റുപാടാണെങ്കിൽ പോലും നല്ല രീതിയിൽ തന്നെ ഡയറക്ഷനും ആ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഓക്കെ ലെവൽ തന്നെയായിരുന്നു. പിന്നെ പ്രകടനം എടുത്ത് പറയാനുള്ളത് ടോമിനോ എന്ന് പറയുന്ന നടൻ്റെ കുഴപ്പമില്ലാതിൽ തന്നെ അധികം ചെയ്തു വെച്ചിട്ടുണ്ട്. കാരണം അദ്ദേഹത്തിലൂടെയാണ് പടം മുന്നോട്ട് പോകുന്ന ഒരു പകുതി ഏറെയും ഡിപ്പെൻഡ് ചെയ്തിട്ട്. അവിടെ തന്നെ അദ്ദേഹം എവിടെയും തളർന്നു പോകുന്നില്ല. അതുപോലെ തന്നെ ബാക്കിയുള്ള വ്യക്തികൾ പോലും എല്ലാവരുടെ പ്രകടനങ്ങളെല്ലാം ഓക്കെ ലെവൽ തന്നെയായിരുന്നു. അയ്യോ തകർത്ത് പറയണമെന്ന് പറയാനെന്ന രീതിയിൽ തന്നെ ആരും എടുത്തു വെച്ചില്ലെങ്കിൽ പോലും
അവൻ്റേതായ രീതിയിൽ അല്ലെങ്കിൽ തനിക്ക് കൊടുത്ത കഥാപാത്രം എല്ലാവരും നല്ല രീതിയിൽ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. പ്രമോദ് വെള്ളനാടും ഒരു കോമഡിക്ക് വേണ്ടിയിട്ടാണ് തോന്നുന്നു അദ്ദേഹത്തിന് ഇതിൽ ഒരു പോലീസ് ഓഫീസർ കഥാപാത്രമാണ് ചെയ്തു വെച്ചിട്ടുള്ളത്. അതും പ്രത്യേകിച്ച് എടുത്തു പറയാനില്ലെങ്കിൽ പോലും ഇടയ്ക്കൊക്കെ ചെറിയൊരു ആശ്വാസകരമായിട്ട് തോന്നി. സീൻസ് വളരെ കുറവ് തന്നെയായിരുന്നു. പലർക്കും ഇതിൽ ഡയലോഗ് പോലില്ലാത്തൊരവസ്ഥ ഉള്ള സീൻസൊക്കെ ഭാഗത്തിൽ കാണിക്കുന്നുണ്ട്. അത്രയേറെ ഇമ്പോർട്ടൻ്റ് ആണ് കഥ കൊണ്ടുപോകൽ പോലും. അതങ്ങനെ പോട്ടെ. അപ്പം അന്വേഷിപ്പിൻ കണ്ടെത്തിയെന്ന് പറഞ്ഞ പോലെ തന്നെ അന്വേഷണം നമ്മളത് പൂർത്തീകരിക്കേണ്ടത് കാണുന്ന പ്രേക്ഷകരാണ് തീരുമാനിക്കേണ്ടത്. ഈ അന്വേഷണം എന്തായാലും എനിക്കൊരു തൃപ്തികരമായിട്ടുള്ള അന്വേഷണമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. വളരെ സ്ലോ ബേസ്ഡ് സ്റ്റോറി തന്നെയാണ് കൊണ്ടെത്തിച്ച് തുടക്കം മുതൽ ഒടുക്കം വരെയും. കാരണം വെച്ച് കഴിഞ്ഞാൽ എവിടെയും തന്നെ നായകനായിട്ടുള്ള മാസമായിട്ടുള്ള ബീജിയമോ അല്ലെങ്കിൽ അതിനിടയ്ക്ക് പഞ്ച് ഡയലോഗോ അല്ലെങ്കിൽ മാസ് ഡയലോഗോ കാര്യങ്ങളോ മാസ് സീൻസോ ഒന്നും തന്നെ ഇല്ല. ഒരു സാധാരണ ഒരു പോലീസ് ഓഫീസർ അല്ലെങ്കിൽ പോലീസ് അന്വേഷകൻ എങ്ങനെയാണ് കേസ് അന്വേഷിക്കുക ഒരു പഴയൊരു കാലഘട്ടത്തിൽ. അപ്പോൾ അതേപോലെ തന്നെ ആ മീറ്റർ ബോർഡിലാണ് തുടക്കം തൊട്ട് ഒടുക്കം വരെയും പിടിച്ചിട്ടില്ല. ആ മീറ്ററിൽ യാതൊരു മാറ്റവും അവർ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടില്ല. അത് തന്നെ ചെയ്തത് ഏറ്റവും വലിയ പോസിറ്റീവായിട്ടുള്ള ഘടകം. പലർക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തൃപ്തികരമാകില്ല എന്നൊക്കെ ഞാൻ പറയാനുള്ള കാര്യമായിട്ട് എനിക്ക് എങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. കാരണം വളരെ സ്ലോ ആയിട്ടാണ് തുടക്കം ഒടുക്കം വരെയും ചെന്ന് അവസാനിച്ചിട്ടുള്ളൂ. അപ്പം അന്വേഷിപ്പിൻ കണ്ടെത്തുന്നതിനെ കുറിച്ച് എനിക്ക് പറയുമ്പോൾ തൃപ്തികരമായിട്ടുള്ള അന്വേഷണം തന്നെയാണ് എനിക്ക് കണ്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇത് അഭിപ്രായം തന്നെയാണ് നിങ്ങൾക്കെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ നമ്മുടെ ഇവിടെ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ എന്ന കാര്യം പരിഗണിക്കുക. വീണ്ടും പുതിയ മൂഡ് റിവ്യൂ ആയിട്ട് വരുന്നതിനും കാത്തിരിക്കുന്നതായിരിക്കും. ബൈ ബൈ ഫ്രണ്ട്സ്.